നമ്മുടെ മാങ്ങ കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നിങ്ങളെല്ലാവരും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പഴമാങ്ങയും റവയും വെച്ചുള്ള ഒരു പലഹാരമാണ്. അതിന് നമുക്ക് ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ സത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആ മാങ്ങ ശരിയാക്കി മിക്സിയിൽ അടിച്ച് പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. അതിലേക്ക് കുറച്ച് റവ, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് കിസ്മിസ്, നിങ്ങൾക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ബദാമോ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കിത് പാചകം ചെയ്യാനായിട്ട് എടുക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് മാങ്ങയൊന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്ത പാലാണ്. വെള്ളം ചേർക്കാതെ എടുത്ത തേങ്ങാപ്പാലാണ്. ഇത് നല്ലപോലെ ഇതിലേക്ക് അല്പം ഏലക്കയും ജീരകവും പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കിലോ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആ മധുരം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് കൊടുക്കാം.
ഇതാ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള വിഭവം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് പകർത്തി വെച്ചിട്ട് തണുത്ത ശേഷം മുറിച്ചെടുക്കാവുന്നതാണ്. വളരെ രുചികരമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ മാങ്ങ കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നിങ്ങളെല്ലാവരും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിനകത്ത് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് പിന്നെ കൂടുതൽ ടേസ്റ്റി ആക്കാവുന്നതാണ്. നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.